ഹായ് ക്യൂട്ടീസ്, വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. അപ്പോൾ ഇന്നൊരു ഹാൻഡ് എംബ്രോയിഡറി ആയാലോ? എനിക്ക് വരയ്ക്കാൻ ഇത്ര തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് അച്ചടിച്ചു വെച്ചേക്കുന്നതാണ്. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ത്രെഡ് ആണ്. എംബ്രോയിഡറി നൂല് 6 ചെറിയ ഇഴകൾ ചേർന്നതായതുകൊണ്ട് തന്നെ അത് ഒരുപാട് കട്ടിയാകും. അതിന് രണ്ടായിട്ട് പകുത്ത് 3 വെച്ച് നമുക്ക് 2 റൗണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല് ഒരു സിംഗിൾ പീസിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കട്ടി അനുസരിച്ച്, കട്ടി അധികം വേണ്ട എന്നുണ്ടെങ്കിൽ 2 നൂലെടുത്താലും മതിയാകും. ഞാൻ 3 നൂല് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഈ സ്റ്റിച്ചിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ലൂപ്പ് പോലെയാണ് ഇത് ചെയ്യുന്നത്. ആ പെണ്ണിന്റെ ഒരു ഔട്ട്ലൈനിൽ ഇച്ചിരി കട്ടി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ച് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അതാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്തേനെ. പക്ഷേ ഇച്ചിരി കട്ടി തോന്നണം എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് അത്ര വലുതായ സ്റ്റിച്ചിന്റെ പേരോ അത് കറക്റ്റ് സയന്റിഫിക്കായി ചെയ്യാനോ ഉള്ള അറിവൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ചെറിയ ഷോർട്സ് പോലെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടു പഠിച്ച കാര്യങ്ങളാണ് ഈ തയ്യലൊക്കെ. പിന്നെ എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥ. അമ്മൂമ്മയാണ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഒരുപാട് എംബ്രോയിഡറി വർക്കുകളുള്ള ബ്ലൗസുകളും സാരിത്തുമ്പുകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ പിന്നിൽ ഒരേ ഒരാൾ മാത്രം, അതെൻ്റെ അമ്മൂമ്മയാണ്. ഈ മൂക്കിനെ ശരിക്കും കുറുക്കി കളഞ്ഞു. അതങ്ങനെ വളച്ചെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഞാനത് ചെയ്തെടുത്തു. അത്രയായപ്പോഴേക്കും ആ ഒരു സെറ്റ് നൂല് തീർന്നു. അത് ഞാൻ മുറിച്ചു മാറ്റി. ശരി, ഇനി നിങ്ങൾ പറ, എന്തായിരിക്കും ഈ ഒരു പടത്തിന്റെ അർത്ഥം? പല വ്യാഖ്യാനങ്ങൾ പലർക്കും ഉണ്ടാവാ അല്ലെ? എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയണേ. എനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയ ഒരു ഭാഗമാണ് ഈ ഒരു താടി. എന്താ പറ്റിയെന്ന് വെച്ചാല്, ഞാൻ ചെയ്തു വന്നപ്പോൾ ആ നൂലിലൊരു കെട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് പിന്നെയും വലിച്ച് അവിടെ ഭയങ്കര വൃത്തികേടായി. അതിൻ്റെ ഒരു ഏച്ചുവയ്പ് ഇത് കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി സത്യത്തിൽ. ഇതിന്റെ പുറകുവശത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഡിസൈനുകൾ വരച്ച് കുളമാക്കിയ ഒരു തുണിക്കഷ്ണമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ തുണിക്കഷ്ണം. ഏത് ഡിസൈൻ എടുത്താലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനു മുമ്പ് ഒരുപാട് പൂക്കളും കായ്ക്കളും ഈ ഒരു തുണിക്കഷ്ണത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കി പത്രം ഇതിന്റെ പുറകിലാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തിരിച്ചു വെക്കുമ്പോൾ അങ്ങനത്തെ ചില പാടുകളൊക്കെ കണ്ടുവെന്ന് വരും കേട്ടോ. മുഖത്തിന്റെ മിനുക്കുപണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ചില്ലയിലേക്കും ഇലകളിലേക്കും മുള്ളുകളിലേക്കുമാണ് നീങ്ങിയത്. ആ മുള്ളുകളാണ് എന്നെ പിന്നെയും ചിന്തിപ്പിച്ചത്. അതെന്തെങ്കിലും വേദനയുടെയോ ദുഃഖത്തിന്റെയോ പ്രതീകമാണോ? എനിക്കിങ്ങനെയൊക്കെയാണ് ചിന്തകൾ പോയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എല്ലാത്തിനും കാണുമെന്നേ ഇങ്ങനെ ഓരോ വ്യാഖ്യാനങ്ങളും. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു 3-4 മിനിറ്റ് ഉള്ളെങ്കിലും ഒരു 40-45 മിനിറ്റിന്റെ പണിയായിരുന്നു ഇത്. ചെറിയ പടമാണെങ്കിലും നല്ല കട്ടിക്ക് ഞാൻ ചെയ്തുകൊണ്ട് ഒരുപാട് സമയം എടുത്തു. ഉദ്ദേശിച്ച അത്ര ഭംഗിയായില്ലെങ്കിലും തരക്കേടില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ?